വളരെ പെട്ടെന്ന് വലിയൊരു റിസൾട്ട് കിട്ടുന്ന 3 ഫേസ് പാക്കുകളെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ സ്കിന്നിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 3 ഫേസ് പാക്കുകളാണിത്. ഇതിലെ മൂന്നാമത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ഫേസ് പാക്ക് ഒന്നും ചെയ്യാതിരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫേസ് പാക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് മൂന്നാമത്തെ ഫേസ് പാക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഇതിലെ മൂന്നാമത്തെ ഫേസ് പാക്കാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് റെഡി ആവുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ ഫേസ് പാക്ക് ഒന്ന് ഉപയോഗിച്ചിട്ട് ഒരു 10 മിനിറ്റ് തന്നെ വേണ്ട ഇതൊന്ന് മുഖത്ത് സെറ്റായി വരാനായിട്ട്, ഒന്ന് ഡ്രൈ ആയി വരാനായിട്ട്. അതിനുശേഷം നമ്മൾ കഴിയുമ്പോൾ പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്ത് കൊണ്ടുവരാനായിട്ട് ഈ മൂന്നാമത്തെ ഫേസ് പാക്കിനെ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ മൂന്നാമത്തെ ഫേസ് പാക്കിന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. വളരെ കുറച്ച് സമയവുമേ അതിന് ചിലവാക്കേണ്ടതും നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്ക് ഈ മൂന്നാമത്തെ ഫേസ് പാക്ക് തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ബാക്കി 2 ഫേസ് പാക്കും വീക്ക്ലി ഒരു 3 ടൈംസ് എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഫേസ് പാക്ക് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. നമ്മൾ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖം നന്നായി വാഷ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചോ നമുക്ക് മുഖം നന്നായി വാഷ് ചെയ്തതിന് ശേഷം ആയിരിക്കണം ഈ ഫേസ് പാക്ക് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പറയുന്ന 3 ഫേസ് പാക്കും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഈ ഫേസ് പാക്ക് മുഖത്തിട്ട് സെറ്റ് ആയതിനു ശേഷം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നോർമൽ വാട്ടർ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫേസ് പാക്ക് വാഷ് ചെയ്യാവൂ. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നോർമൽ വാട്ടറിൽ മാത്രമേ ഇത് വാഷ് ചെയ്ത് കളയാവൂ. ഈ ഫേസ് പാക്ക് നമുക്ക് റെഡിയാക്കുമ്പോൾ നമുക്ക് റൈസ് പൗഡറിന് പകരം നമ്മുടെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ചെടുത്താലും നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പം 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് 3 ഫേസ് പാക്ക് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഫേസ് പാക്കിലേക്ക് പോവാം. രണ്ടാമത്തെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കടലപ്പൊടി, തൈര്, തക്കാളി നീര് എന്നിങ്ങനെ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്തിരിക്കണം. നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചോ സോപ്പ് ഉപയോഗിച്ചോ നന്നായി വാഷ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കേണ്ടത്. ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഇത് വാഷ് ചെയ്ത് കളയണം. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഈ ഫേസ് പാക്ക് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സെറ്റായി വന്ന ശേഷം നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. നമ്മൾ ഈ 2 ഫേസ് പാക്കും നമ്മൾ മുഖത്ത് മാത്രമല്ല നമ്മുടെ കഴുത്തിലും ഒരുപോലെ അപ്ലൈ ചെയ്യണം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്തും കഴുത്തും ഒരുപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഫേസ് പാക്കിലേക്ക് നോക്കാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റും എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ
കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ഫേസ് പാക്ക് ഇത് തന്നെയാണ്. ഒരുപാട് ടാനൊക്കെ ഉള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. വീക്കിലി ഒരു 3 ടൈംസ് എന്ന രീതിയിൽ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്കിന്ന് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഒരു കോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി കട്ടിക്ക് ഇടുന്നവർക്ക് ഒന്നുകൂടി നമുക്ക് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം ഇത് പാക്ക് നമുക്കൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വലിഞ്ഞു മുറുകും. കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഒരിക്കലും നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കരുത്. ഇപ്പം 2 ലെയറായിട്ട് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ശരിക്കും ഇത് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വലിഞ്ഞു മുറുകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നമ്മളിത് വാഷ് ചെയ്ത് കളയാം. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇതിനൊന്ന് സ്മൂത്ത് ചെയ്ത് വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുത്ത് ഒന്നുകൂടി സ്മൂത്ത് ചെയ്ത് കുറച്ച് സമയം കൂടി നമുക്കിങ്ങനെ വെച്ചേക്കാവുന്നതാണ്. നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടണമെന്നില്ല. അതായത് ഒരേ സമയം തന്നെ ഈ ഭാഗവും ഇവിടെയൊന്നും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടണമെന്നില്ല. അതേസമയം ഈ ഭാഗം പെട്ടെന്ന് ഡ്രൈ ആയി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഡ്രൈ ആവുന്ന ഭാഗത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒന്ന് സ്മൂത്ത് ആയി വരും. അങ്ങനെ എല്ലാ ഭാഗവും ഒരു പ്രാവശ്യമെങ്കിലും ഡ്രൈ ആയി കിട്ടിയതിന് ശേഷമേ നമ്മൾ ഫേസ് മൊത്തത്തിൽ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് നോക്കാം. ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ ഭാഗം വരെയും മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് റിസൾട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. മിനിമം ചെറിയൊരു ബോട്ടിൽ വെള്ളമെങ്കിലും ഡെയിലി നമ്മൾ കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് വെള്ളം നമ്മുടെ ബോഡിയിൽ എത്തുക എന്നുള്ളതാണ്. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സ്കിൻ കെയർ റൊട്ടീനോട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്